ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. സാധാരണ എല്ലാ ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന ലൈവ് കൗൺസിലിങ്ങിലേക്ക് ധാരാളം സംശയങ്ങൾ നമ്മോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരോട്, ശ്രോതാക്കളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ്. ധാരാളക്കണക്കിന് സംശയങ്ങളും എഴുത്തുകളുമാണ് നമുക്ക് വന്നിട്ടുള്ളത്. പലപ്പോഴും പലരും ചോദിക്കുന്നത് എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഫീഡ്ബാക്ക് വഴിയും വാട്സപ്പ് വഴിയുമൊക്കെ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ശ്രോതാക്കളോടും ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന സഹോദരന്മാരോടുമൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ പീസ് റേഡിയോ പ്രോഗ്രാം, ഈ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പ്രോഗ്രാം നിങ്ങൾ കേൾക്കണം. പലരും സമാനമായ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പലപ്പോഴും പറയാറ്. പലരുടെയും പേരുകൾ നമ്മൾ പറയാറില്ല, പലരും പേര് പറയാറുണ്ട്, സ്ഥലം പറയാറുണ്ട്. പക്ഷേ നമ്മൾ അവരിൽ നിന്നെല്ലാം ആർക്കും ഒരു പരിക്ക് പറ്റാതിരിക്കാൻ, ആ നാട്ടുതാൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മറ്റൊരു രൂപത്തിലാണ് ഇത് അവതരിപ്പിക്കാറ്, ഈ ചോദ്യങ്ങൾ ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇൻഷാ അല്ലാഹ് അതിലൊക്കെ വന്നിട്ടുണ്ട്, പലരുടെയും ഉത്തരങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒരു പക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങൾ കടന്നു വന്നിട്ടില്ല എങ്കിൽ ഫീഡ്ബാക്കിലോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഒന്ന് ടാഗ് ചെയ്തിട്ട് എൻ്റെ ഈ ചോദ്യം ഉത്തരം വന്നിട്ടില്ല ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് നേരെ നമ്മുടെ ബഹുമാന്യനായ ഹാരിസ് മൗലവി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സംശയങ്ങൾക്ക് പരമാവധി അതിനുള്ള മറുപടികൾ നൽകാൻ നമ്മുടെ അടുത്തുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൗലവി, നമ്മൾ സാധാരണ നടക്കുന്ന ഈ കൗൺസിലിൽ ഇന്നും ധാരാളമായി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പലരും എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കൊരു സമയപരിധിയുണ്ട്, 45 മിനിറ്റ്. അതിനുള്ളിൽ പരമാവധി ചോദ്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. എങ്കിലും പലർക്കും പരാതികളുണ്ട്. നമ്മളത് എങ്കിലും പലരുടേതും പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നേരെ ഇനി നമ്മുടെ ഒരു അമുഖ ഭാഷണം വേണ്ടാതിരിക്കാൻ നേരെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് കുറച്ച് മുമ്പ് ഒന്നാമത്തെ ഒരു ചോദ്യമായിട്ട് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തൊരു എപ്പിസോഡിൽ ഇപ്പോൾ ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന വിഷയത്തിൽ കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ മറുപടിയിൽ, പല വീട്ടിൽ നടക്കുന്ന കോമൺ ആയിട്ടുള്ള മറുപടിയിൽ, ഒരു സ്ത്രീ, നമ്മുടെ ഒരു സഹോദരി, അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ 4 സഹോദരിമാർ, അതിലൊരു ആങ്ങളയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ ആങ്ങളയുടെ ഭാര്യയെ ഞങ്ങൾ പൊന്നുപോലെയാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷേ നമ്മുടെ മറുപടിയിൽ എന്ന് വെച്ചാൽ, സാധാരണ നാത്തുമ്പോൾ ഉണ്ടാവുന്ന നിലക്ക് അങ്ങനെ പറഞ്ഞ മറുപടിയിൽ ഞങ്ങളൊരു തൃപ്തികരമല്ല. കാരണം ഞങ്ങളങ്ങനെ ഒരിക്കലും അവളെ ഉപദ്രവിക്കാനോ ഒന്നും ഞങ്ങൾ ചെയ്തില്ല. അവളാണ് ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കിയത്. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ നമ്മളൊന്ന് കൊടുത്താൽ നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമ്മളങ്ങനെ സ്വാഭാവികമായി പറഞ്ഞു പോയപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. സാധാരണ വെച്ചാൽ നിരന്തരമായി നമുക്ക് വരുന്ന ചോദ്യങ്ങളിലെല്ലാം പൊതുവേ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികൾ ഭർത്താവിൻ്റെ പെങ്ങന്മാരെക്കുറിച്ച് അവരെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. നമുക്ക് ഇവർ പറയുന്നത് തന്നെ 100% നമുക്ക് വിശ്വാസത്തിലെടുക്കാം. അവർ വളരെ നന്നായി പെരുമാറിയിട്ടും ആങ്ങളയുടെ ഭാര്യ അവരോട് മാന്യമായി പെരുമാറുന്നില്ല എന്നുള്ള അതിൻ്റെ സാധ്യതയെ നമ്മൾ നിഷേധിക്കണമെന്നില്ല. എന്താ വെച്ചാൽ പല സ്ത്രീകളും പല സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ പൊതുവേ എന്താണ്, ഞാനിങ്ങനെ ഭർത്തൃ വീട്ടിലൊന്ന് ഒതുങ്ങി ജീവിച്ചെങ്കിലേ എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റൂ എന്ന ഒരവസ്ഥയാണ് ബഹുഭൂരിപക്ഷം മരുമക്കൾക്കും ഉണ്ടാവുക. എന്നാൽ പരിധിയിലധികം സ്വാതന്ത്ര്യം എടുക്കത്തക്ക വിധത്തിൽ ഭർത്താക്കന്മാരുടെ പിന്തുണയുള്ള പല സ്ത്രീകളുണ്ടായിരിക്കും. അതായത് വീട്ടിൽ എന്തു തന്നെ ഭാര്യ ചെയ്താലും ഭാര്യയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിലപാടുള്ള ചില പുരുഷന്മാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, സ്വാഭാവികമായും ഈ മരുമക്കൾ അവരുടെ സ്വാതന്ത്ര്യം ചിലപ്പോൾ ദുരുപയോഗപ്പെടുത്തും. അങ്ങനെ വരാനാണ് ഇതിൽ സാധ്യത. പക്ഷേ ഞാനതിൽ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ആങ്ങളയുടെ ഭാര്യ ഇത്തരത്തിലൊരു മോശമായ പെരുമാറ്റവും സ്വഭാവവും കാണിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ, സ്വന്തം സഹോദരനോട് ബന്ധപ്പെട്ട് ആ ഒരു കുടുംബ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇവർക്ക്
പ്രയാസമായിരിക്കും എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എങ്ങനെയായിരുന്നാലും ആ കുട്ടികളായിട്ട് ബന്ധപ്പെടാനും ആ വീടായിട്ട് ബന്ധപ്പെടാനും ഒക്കെ എപ്പോഴും എന്ത് ചെയ്യും, ഇവർക്ക് പ്രയാസമായിരിക്കും. അതായിരിക്കും ഇവരനുഭവിക്കുന്നൊരു പ്രയാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും മരുമക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയെന്ന് വിചാരിച്ചാൽ അവരവിടെ തന്നെ കഴിയണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തൊക്കെയാണോ ഇവരായിട്ട് ബന്ധപ്പെടാൻ പറ്റുക ആ എല്ലാ ബന്ധങ്ങളും ഇവർ പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പൊതുവേ അവരിൽ നിന്ന് ഉപദ്രവങ്ങൾ വരാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുക. അവർക്ക് ഇഷ്ടമില്ലെങ്ങാണ്ട് പോകേണ്ട. സ്വാഭാവികമായിട്ടും അവരെ വിളിക്കുന്നതും അവിടെ ബന്ധപ്പെടുന്നതും ഒക്കെ അവർക്ക് പ്രയാസമാണെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ ആങ്ങളയോടുള്ള ബന്ധം എന്ത് ചെയ്യണം, ഏറ്റവും നല്ല രൂപത്തിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ അതിൽ നമുക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ. അതിലിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ മരുമക്കൾ അങ്ങനെയാണ്, അവരാണത് ഉപദ്രവിക്കപ്പെടുന്നത്. അതെ അതെ അതെ. പക്ഷെ ചില മരുമക്കൾ വന്നിട്ട് തീർച്ചയായും ഉണ്ടാവും. അതായിരിക്കും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതൊരു വിഷമകരമായ കാര്യം തന്നെയാണ്. അതിനെന്ത് ചെയ്യും, ആങ്ങളെയുമായുള്ള ബന്ധത്തിന് തടസ്സം വേണ്ട. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. ഇവരോട് പെരുമാറുമ്പോൾ എന്താണോ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടുള്ള സംഗതികൾ ഒഴിവാക്കിയിട്ട് ഒരകലത്തിൽ നിൽക്കുക എന്നുള്ളത് മാത്രമേ സാധ്യമാവൂ. പിന്നെ മാത്രമല്ല ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ വന്നിട്ട് ആ കുടുംബത്തെ യോജിപ്പിച്ച് ഇവരൊന്നിച്ച് കഴിഞ്ഞിരുന്ന ആങ്ങള പെങ്ങന്മാരെ ഒന്നിച്ച് കഴിയാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു അക്രമമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു മരുമകളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുക, അത് പല സ്ത്രീകളും അങ്ങനെ ഉണ്ട്. ഉമ്മയും വാപ്പയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കിയവരുണ്ട്, സഹോദരങ്ങളും സഹോദരിമാരും തമ്മിലുള്ള ബന്ധങ്ങൾ, അതൊക്കെ വളരെ ദുഷിച്ച പ്രവർത്തികളാണ്. നമ്മൾ എന്തായാലും മുറിക്കാൻ അത് തീർച്ചയായും നമ്മൾ ഒരു നിലക്കും അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതൊക്കെ അവരെ നല്ല നിലക്ക് ഉപദേശിച്ച് ശരിയാക്കാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ വഴി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു സഹോദരൻ, അദ്ദേഹം പറയുന്നത് വളരെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ വളരെ എന്താ വെച്ചാൽ ഹൃദയത്തിൽ തട്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എഴുതി പിന്നീട് ഫോൺ ചെയ്ത് ഈ വിഷയങ്ങൾ സംസാരിക്കണം, വളരെ പ്രയാസത്തിലാണെന്നാണ് പറഞ്ഞിട്ടാണ് ആമുഖമായി തുടങ്ങിയത്. എന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു ടൗണ് കേന്ദ്രീകരിച്ചാണ് അയാളുടെ വീട്. അപ്പോൾ എപ്പോഴും അങ്ങാടിയും കച്ചവടക്കാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാവും. എങ്ങനെ ആണെങ്കിലും ചെറുപ്പം മുതലേ ചില കടകളിലും അവരായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ആ കടയിൽ സൗഹൃദമുണ്ട്. അപ്പോൾ അയാൾ ഒന്ന് മാറിയാലോ വലിപ്പന്ന് പണം എടുക്കാം. കാരണം അയാൾക്ക് പണം കിട്ടാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് പല നിലക്കും. ഇപ്പോൾ മുതിർന്നപ്പോഴും ഇനിയിപ്പോൾ ഒരു സാധാ പണിക്ക് പോയാലും എങ്ങനെയെങ്കിലുമൊക്കെ അവിടുന്ന് ഒരു പണം എക്സ്ട്രാ തട്ടിയെടുക്കാനുള്ള ഒരു അവസരം അയാൾക്ക് വരണം. അപ്പോൾ വലുതായി വലിയ 48 വയസ്സോളമായി എന്ന് പറയണേ. ഇപ്പോൾ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്, ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. പല നിലക്കും പല കച്ചവടങ്ങളും ബിസിനസ്സും പലതും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിർത്തിയിട്ട് ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ, കാരണം മൂപ്പര് പറയും എൻ്റെ കുറ്റബോധം കൊണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കണം, അതിന് അവസരം. അപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ലാത്തൊരു സ്ഥാപനത്തിൽ പോയി നിന്നു ഞാൻ. പക്ഷെ അവിടെ എന്താണ്, അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങാൻ വരും. അപ്പോൾ അവിടെ നിന്ന് പറ്റിക്കപ്പെടും. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് കൂളായിട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ ചിലപ്പോൾ കുടുംബമായിട്ടൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു 2000-നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ആ ബില്ലടക്കാതെ പോവും. ഇങ്ങനെയൊക്കെയുള്ള, അതായത് അയാൾക്ക് അപ്പോൾ ആ സമയത്ത് തോന്നുക കൊടുക്കണ്ട, പിടിക്കപ്പെടുന്നില്ല, അങ്ങനെ കുറേ. പക്ഷേ ഇയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇതിന്നൊന്ന് പിന്മാറണം. എങ്ങനെയാണെങ്കിലും ഈ സാഹചര്യം അയാൾക്ക് ഇങ്ങനെ വരിക. അപ്പോൾ റമദാനിൽ ഇതൊക്കെ മാറ്റി വന്നാൽ ആരെങ്കിലും സ്വതക്ക ആർക്കെങ്കിലും കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് മെല്ലെ അടിച്ചു മാറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. അത് എന്ത് ചെയ്യും ഇതൊന്നൊന്ന് പിന്മാറുക എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, വളരെ അപൂർവമായിട്ടുള്ളൊരു കേസാണ് ഇപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ തെറ്റുകളെ രണ്ടായി തിരിക്കും. ഒന്ന് ധിക്കാരപരമായ തെറ്റ്, ഒന്ന് വൈകാരികമായ തെറ്റ്. ഇപ്പോൾ നമ്മൾ ഇനി പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, ഒരു സ്ത്രീയെ നോക്കൂല, അല്ലെങ്കിൽ ഒരു പുരുഷൻ പറഞ്ഞ് ഞാനൊരു ആണിനെ നോക്കൂല എന്ന് തീരുമാനിച്ച ഒരാൾ പുറത്തിറങ്ങിയെന്ന് വിചാരിക്കും. അപ്പോൾ വളരെ മോശപ്പെട്ടൊരു വേഷവിധാനത്തോടു കൂടി ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടാൽ ഒരുപക്ഷെ പ്രാഥമികമായൊരു നോട്ടം അയാൾ നോക്കിപ്പോയിരിക്കാം. അപ്പോൾ അയാൾക്കൊരു മനസ്സിലൊരു അസ്വസ്ഥത, പടച്ചോനെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടും എൻ്റെ ഇത് പറ്റിപ്പോയല്ലോ എന്ന്. അത് ഒരു സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ ഇവിടെ വെച്ചു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ കണ്ണ് മറയുന്നൊരു സന്ദർഭം നോക്കിയിട്ട് ഞാനത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ധിക്കാരപരമായ തെറ്റാണ്. അത് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയും. ഞാനൊരു വൈകാരികമായി ചെയ്തു പോകുന്നൊരു തെറ്റല്ല അത്.
അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യുക, ഒരു മോഷ്ടിക്കുന്ന ഒരാൾക്ക് മോഷണം നിർത്തുക എന്നുള്ളത് ലഹരി നിർത്തുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോൺ അഡിക്ഷൻസ് നിർത്തുന്ന പോലെയോ ഉള്ള ഒരു പ്രക്രിയ അല്ല. അയാൾ വേണ്ടാന്ന് വെച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർത്താൻ സാധിക്കും. പക്ഷേ ഇദ്ദേഹം പറയണത് എന്താണ്, എനിക്കത് നിർത്താൻ കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ പറയാം, ഇയാൾ ഇതൊക്കെ ചെയ്തിട്ടും അയാൾ പിടിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളത് സമർത്ഥമായിട്ടാണ് ചെയ്യണത്. അതല്ലാതെ സ്വാഭാവികമായി ചെയ്തു പോകുന്നൊരു കാര്യമാകുമ്പോൾ എന്ത് ചെയ്യും, അത് പിടിക്കപ്പെടും. അപ്പോൾ അത് പിടിക്കപ്പെടാത്ത രൂപത്തിൽ എന്താണ് സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടാക്കി അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു ബോധപൂർവമായ അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇത് എന്തായിരുന്നാലും ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നിർത്താൻ കഴിയുന്നില്ല, അയാൾ സത്യസന്ധമായിട്ടാണല്ലോ പറയണത്, അതിന് കാരണമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പ കാലഘട്ടങ്ങളിൽ എന്താണ് നമുക്ക് പണത്തിന് ആവശ്യമായി വരും. ഒരു പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും മിഠായി വാങ്ങാനാവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ദുശ്ശീലങ്ങൾക്കാകാം. അപ്പോൾ അവിടെ പണം കിട്ടിയേ പറ്റൂ. അപ്പോൾ ഒരു ദിവസം എവിടുന്നെങ്കിലും പൈസ എന്ത് ചെയ്യാണ് അടിച്ചെടുക്കുക, കാരണം അധ്വാനിച്ച പണമല്ലല്ലോ, പാരൻസിൻ്റെ നിന്ന് കിട്ടൂല. അപ്പോൾ പിന്നെ എല്ലാ കുട്ടികളും കണ്ടെത്തുന്ന മാർഗ്ഗമാണെന്ന് ചെറുപ്പത്തിൽ തന്നെ ചില കുട്ടികൾ എന്ത് ചെയ്യും, സ്വന്തമായ വരുമാനമില്ലാതിരിക്കുകയും പാരൻസിൻ്റെ നിന്ന് ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഇത്തരം മോഷണ തെറ്റായ വഴികൾ സ്വീകരിക്കും. അപ്പോൾ അത് വളരെ ചെറുപ്പത്തിൽ ശീലിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് പൈസ കാണുമ്പോഴേക്ക് എന്ത് ചെയ്യും, അതെടുക്കണം എന്നൊരു മാനസികാവസ്ഥ ഒരു ചെറുപ്പത്തിലുള്ളൊരു ശീലമായി വരികയാണ്. അത് ശീലമായി വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലെ സംഗതിയല്ല. അത് എപ്പോൾ കണ്ടാലും അതങ്ങനെ ചെയ്ത് 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 എന്ത് ചെയ്യാണ്, അവസരം കിട്ടുമ്പോഴെല്ലാം ചെയ്യുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് മാറാനുള്ള പരിഹാര മാർഗ്ഗം എന്താണെന്ന് വിചാരിച്ചാൽ ഈ ചെയ്തു വരുന്ന ശീലം അയാൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റമദാനാണല്ലോ, ഈ ഒരു മാസം ഞാൻ ചെയ്യൂല തീരുമാനിക്കുക. എന്നിട്ട് ആ ഒരു മാസം അത് ചെയ്യാതെ കുറേ അവസരങ്ങൾ കിട്ടിയിട്ടും ചെയ്യാതെ വന്ന് പിന്നീട് എന്ത് ചെയ്യും, അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും അതിന് പൂർണ്ണമായി മുക്തമാവാനും പറ്റും. അത് സംശയമില്ല, കാരണം നിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള തെറ്റ് പോലും ഒന്നല്ല ഇത്. ഇപ്പോൾ ഉദാഹരണം പറയാം, അയാൾ എറണാകുളത്ത് പോകുമ്പോൾ ഒരു ഹോട്ടലിൽ കയറി 2000 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ച് കൊടുക്കാതെ ഇറങ്ങിപ്പോന്നു. ഇനിയിപ്പോൾ അയാൾ അടുത്തൊരു പ്രാവശ്യം ആ ഹോട്ടലിൽ പോകുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പൈസ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ആ ഹോട്ടൽ അവിടെ ഉണ്ടായിക്കോളുന്നില്ല, ആ ഹോട്ടൽ നടത്തുന്നത് പഴയ ആളുകളായിക്കോളുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പരലോകത്ത് ചെല്ലുന്നത് വരെയും എന്തില്ല, ഈ പണമൊന്നും തിരിച്ചടക്കാൻ അയാൾക്ക് വകുപ്പില്ല. നമുക്കറിയാലോ, ഒരു 2 ദീനാറോ 3 ദീനാറോ കൊടുക്കാൻ ബാധ്യതയുള്ള ആളുടെ മയ്യത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതില്ല. ഒരു രക്തസാക്ഷി എല്ലാം പൊറുക്കപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ ഇല്ലത്തേൻ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാനുള്ള പൈസ പറഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യൂല, ഇസ്തിഗ്ഫാർ കൊണ്ടോ ഹജ്ജ് കൊണ്ടോ നോമ്പ് കൊണ്ടോ ഒന്നും പുറത്തു പോകാത്ത കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ മറുപടിക്ക് ശേഷം അടുത്തൊരു ദിവസം ഒരു 1000 റുപ്യ ഒരാൾക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പരലോകത്തെ പ്രതീക്ഷകൾക്ക് അർത്ഥമില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ചെയ്തു, ഇനിയിപ്പോൾ ഏകദേശം ഇത് കൊടുക്കാവുന്ന ആളുകൾക്കൊക്കെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായൊരു ബോധം വരും, ഇനി അടുത്തൊരു എടുക്കുമ്പോൾ ഇത് ഞാൻ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്, മനസ്സിലാകാവുന്ന സ്ഥലത്ത് ഈ തിരിച്ചു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇത് കട്ടെടുത്തതാണല്ലോ. അപ്പോൾ ഞാനിവിടുന്ന് കട്ടെടുത്തി എന്ന് പറഞ്ഞാൽ കൊണ്ടേ കൊടുക്കണം, അങ്ങനെ ഒരു ചെയ്യും. അപ്പോൾ അത് അവർക്ക് ഇനി മനസ്സിലാവാത്ത രൂപത്തിൽ അതെന്താണ്, നിങ്ങൾക്കൊരു ബാധ്യതയായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. അങ്ങനെ കുറച്ച് കൊടുക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അല്ല അത് പരിപൂർണ്ണമാവില്ലല്ലോ, ആർക്കൊക്കെ കൊടുക്കണം. അതിനെ ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെ ഒരു ഓർമ്മയുള്ള സാധനങ്ങൾ കൊടുത്തു തുടങ്ങുക. ഇനി കൊടുക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് സ്വതക്കയായി നമ്മളിൽ നിന്ന് എടുത്ത് കളയാം. കാരണം ഒരിക്കലും അത് നമ്മുടെ കൈവശം വെക്കാൻ പറ്റില്ല. എന്നിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവോട് എന്ത് ചെയ്യുക, പശ്ചാത്തപിക്കുക. കാരണം ഇത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഒരു പരലോക വിശ്വാസമുള്ള ഒരാളെ ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ പ്രായത്തിലും ഈ അറിവും കുറ്റബോധമുള്ള ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇന്ന് മുതൽ അത് അവസാനിപ്പിക്കുക. കുറച്ച് ചെറിയ ഫണ്ടുകളൊക്കെ പഴയത് കൊടുത്തു തീർക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഇനി ഇതിങ്ങനെ കൊടുക്കണമല്ലോ എന്നുള്ളൊരു വിചാരത്തിന് അദ്ദേഹത്തിന് അത് നിർത്താൻ സാധിക്കും. അദ്ദേഹത്തിന് അങ്ങനെ അത് നിർത്താനും ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതിലൊരു കാര്യം കൂടി മൂപ്പര് സൂചിപ്പിച്ചത് എന്താ വെച്ചാൽ,
അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പല പിന്നെ മനഃശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞൊരു മറുപടി അയാൾ പറഞ്ഞത് ഇതെനിക്കൊരു ആശ്വാസമായി തോന്നി. ഇത് ജീനിൻ്റെ പ്രശ്നം ഉണ്ടാവും, ചില മാതാപിതാക്കൾ അങ്ങനെ. അപ്പോൾ അയാൾ ഉമ്മാനെ പരിശോധിച്ചു. അപ്പോൾ ഉമ്മാക്ക് ഇങ്ങനത്തെ കുറേ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയത്. അതും കൂടി അദ്ദേഹം അതിൽ ഒരു ചോദ്യം. എന്നിട്ട് അങ്ങനെ ഒരു എക്സംഷൻ പരലോകത്തുണ്ടോ എന്നുള്ളതാണ്. ഇതൊന്നും ഇപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെച്ചിട്ട് നമ്മൾക്കിത് അമ്മൽ മിസ്കാല തരത്തിന് ഷെറ ചെയ്യാറാന്നാണ്. അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ പരലോകത്ത് കാണുന്ന നമ്മളെ വിശ്വാസം. അപ്പോൾ ഒരാൾ ദേഷ്യപ്പെടുന്ന ഒരാൾക്ക് പറയാൻ പറ്റും ഇത് ദേഷ്യം നില്ലെൻ്റെ വാപ്പാക്ക് കിട്ടിയാന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ അടിച്ചാൽ ആ അടിക്ക് നമുക്ക് തെറ്റില്ലാതിരിക്കും. അപ്പോൾ ഇതൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ അലോപ്പതി ചികിത്സയിലുള്ളൂ ചിലപ്പോൾ സംശയം പറയാറുള്ളൂ. ബാക്കി ഇപ്പോൾ ഈ ഹോമിയോ ആയുർവേദത്തിനൊക്കെ ആൾക്കാരെന്താ പറയുക ജനറ്റിക്കായി വരുന്നത്, ഇപ്പോൾ ഷുഗർ, പിന്നെ ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനത്തെ പല രോഗങ്ങളും ജനറ്റിക്കായിട്ട് വരില്ലേ, അതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ ജീനിൽ നിന്ന് കിട്ടിയതാണെങ്കിലും അത് സ്വഭാവമാണെങ്കിൽ നമ്മുടെ ദീന് കൊണ്ട് സംസ്കരിക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പൂർവികരായ ഒരാൾ ഇസ്ലാമികമായിട്ടല്ല ജീവിച്ചത്, അപ്പോൾ അവർക്ക് എന്തൊക്കെ അനിസ്ലാമികത ഉണ്ടാവും. അതൊക്കെ നമ്മളിന്ന് ചെയ്യുന്ന എല്ലാ അനിസ്ലാമികതക്കും കാരണം എൻ്റെ പൂർവികൻ ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഒരാൾ കണ്ടെത്തിയാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ആ ന്യായങ്ങളൊന്നും നമ്മളെവിടെയും പരലോകത്ത് അങ്ങനെയുള്ള ചില മാതൃത്തുകൾ എക്സ്ക്യൂസുകൾ ഉള്ളതായിട്ട് നമ്മളെവിടെയും കണ്ടിട്ടും വായിച്ചിട്ടില്ല, അള്ളാഹു ആയാലും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇനി മരണം വരെ ഇതെൻ്റെ ജനറ്റിക് പ്രശ്നമാണ് പറഞ്ഞാൽ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് അങ്ങനെയാണെന്ന് അയാൾക്ക് പറയാം. ഇതാണ് മറ്റൊരുത്തൻ്റെ പണം നഷ്ടപ്പെടുക എന്നുള്ളൊരു വിഷയം അതിലില്ലേ? അല്ലേ? അതിനെന്താണ് പരിഹാരം? വേറൊരാളുടെ പണം അവിഹിതമായി നഷ്ടപ്പെടുന്നില്ല അവിടെ. അയാൾ ചിലപ്പോൾ വാപ്പക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി വെച്ച പൈസ ആയിരിക്കും, അയാളുടെ ഉപജീവന മാർഗ്ഗമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പണം പോകുന്നതിന് ഈ ന്യായം അയാളോട് പറയാൻ പറ്റുമോ? ഞാൻ സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്, ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് എന്ന്. നിങ്ങളുടെ 1000 റുപ്യ പോയാൽ നിങ്ങളോട് ആ ന്യായം പറഞ്ഞാൽ സ്വീകരിക്കുമോ? നിങ്ങൾ സ്വീകരിക്കുമോ? പടച്ചോനത്ത് പറഞ്ഞാൽ സ്വീകരിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ന്യായം തൽക്കാലം അയാൾ ചെയ്യുന്ന തെറ്റിന് ഷെയ്ത്താൻ കൊടുക്കുന്നൊരു ന്യായീകരണം എന്നതിൽ കവിഞ്ഞ് അതിന് യാതൊരു അർത്ഥവുമില്ല. ഇത് മറ്റു തെറ്റുകളെ പോലെ ഒന്നല്ല, ഇത് ധിക്കാരപരമായ തെറ്റാണ്. നമ്മളിങ്ങനെ സമയം നോക്കി കണ്ടുപിടിക്കാത്ത രൂപത്തിൽ കട്ടെടുക്കുക എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചു പോണതല്ല, അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യം. അത് നിർത്താൻ പറ്റും, തീർച്ചയായും നിർത്താൻ പറ്റാവുന്ന ഒരു സംശയം. തീർച്ചയായിട്ടും അള്ളാഹു അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ. മറ്റൊരു ചോദ്യം നമുക്കുള്ളത് ഒരു അധ്യാപികയാണ്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് 41 വയസ്സായി, എൻ്റെ അയൽവാസി എന്നേക്കാൾ 10 വയസ്സിന് താഴെയുള്ളവരാണ്. പക്ഷെ ഞങ്ങൾ നല്ല ആത്മബന്ധമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അയൽവാസികളായി. സഹോദരി അധ്യാപികയാണ്. അപ്പം അവരെ മക്കളും എൻ്റെ മക്കളും ഒരുമിച്ചാണ് പഠിക്കുന്നത്, ഒരുമിച്ച് അവർ പോകുന്നു വരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ ടീച്ചറുടെ മകനും ഈ അയൽവാസിയായ സഹോദരിയുടെ മകനും ഏതൊരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ചു നേരം 2 മണിക്കൂറോളം അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത് ടീച്ചർ കണ്ടു, ഇവരെ അറിയാതെ ഇവർ കണ്ടു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങളെന്താ വൈകിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പള്ളിയിലിരിക്കുകയായിരുന്നു എന്ന് ഈ കുട്ടികൾ കളവ് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി സ്വന്തം മകനുമുണ്ട് അയൽവാസിയുണ്ട്. അപ്പോൾ അവരെ നന്നായി ചീത്ത പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കണം ഞാൻ കണ്ടു, അങ്ങനെ അന്യ ആൾക്കാരുടെ അടുത്ത് പോയിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശം ശാസ്ത്രം നൽകി. പക്ഷേ ഈ അയൽവാസിയായ കുട്ടി പോയിട്ട് ആ ഉമ്മാനോട് എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു അകൽച്ച ഉണ്ടായി എന്ന് മാത്രമല്ല, ഇവർ ചെന്നിട്ട് അവരെ ഹെഡ് മാസ്റ്ററോടും ഒക്കെ ഈ ടീച്ചറെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു ഇവരറിയാതെ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പിന്നീടാണ് ഇവരറിഞ്ഞത്, ഈ കുട്ടികൾ കാരണമാണ് ഇവരിങ്ങനെ ഉണ്ടായത്. അങ്ങനെ ഇവരെന്നെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ വീട്ടിൽ കണ്ടപ്പോൾ അവരെ ചീത്ത പറഞ്ഞാണ്. അതുകൊണ്ട് റംസാനൊക്കെ വന്നപ്പോൾ ഞാൻ അവരെ പൊരുത്തപ്പെടിച്ചു. നമ്മളിങ്ങനെ നല്ല ബന്ധത്തിൽ കഴിഞ്ഞല്ലേ ഈ തെറ്റിദ്ധാരണ മാറണമെന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഇവരിപ്പോഴും എന്താണ് ഒരു അകൽച്ച അവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെയ്തൊരു വലിയ തെറ്റാണ്, എൻ്റെ അമലുകൾ, ആ സഹോദരി ചോദിക്കണേ, എൻ്റെ അമലുകൾ എങ്ങാനും അള്ളാഹു സ്വീകരിക്കാതെ പോകുമോ എന്നൊരു പേടി എനിക്കുണ്ട്, ബേജാറുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി തരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ സൗഹൃദങ്ങളും ബന്ധങ്ങളും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥയായിരിക്കും. ആരെങ്കിലും ഇപ്പോൾ നമ്മൾ സ്ഥിരമായി മിണ്ടിയിരുന്ന ഒരാൾ സംസാരിക്കാതെ ആവുക, അല്ലെങ്കിൽ ഒരു പിണക്കുണ്ടാവുക പറഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അതന്നെ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പിന്നിലുള്ളതും. അവർ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇവിടെ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ ആ കുട്ടിയെ ചീത്ത പറഞ്ഞ പോലെ തന്നെ ഇവരെ കുട്ടിയെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒരേ സമയത്ത് 2 പേരെയും ഒന്നിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു അപാകതയില്ല എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി.
നേരെ മറിച്ച് ന്യായമായ ഒരു കാര്യത്തിനാണെങ്കിൽ പോലും അയൽവാസിയുടെ കുട്ടിയെ മാത്രമാണ് ശാസിക്കുകയും ഉപദേശിക്കുകയും ചീത്ത പറയുകയും ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ അത് ചീത്ത പറയാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ വേറൊരു ഉപദേശം പറയാമായിരുന്നു, അല്ലെങ്കിൽ അത് ആ സ്ത്രീയോടൊന്ന് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഈ ആക്ഷൻ രണ്ട് കുട്ടികളോടും, ഇവരെ കുട്ടിയോടും അവരെ കുട്ടിയോടും ചെയ്തത് കൊണ്ട് അവരുടെ കുട്ടിയോട് മാത്രമായിട്ടൊരു അനീതി ചെയ്തു എന്നൊരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ അതിൽ വെറുതെ ഒരു ടെൻഷൻ ആവേണ്ട ഒരു കാര്യം ഇല്ല. പിന്നെ സ്വാഭാവികമായും കുട്ടി ചെന്ന് പറഞ്ഞതിലൂടെ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ബന്ധം, ഇത് ഒരു സ്വാഭാവിക സംഗതിയാണ്. കാരണം പൊതുവേ നമ്മളെങ്ങനെ വെച്ചാൽ നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്താൽ പോലും, എന്ത് ചെയ്താലും അത് മറ്റൊരാൾ ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ അത് പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ വിരുന്ന് പോയി, അപ്പോൾ അവിടുന്ന് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുകയാണ്, അവിടുന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാ കുട്ടിയെ ചീത്ത പറഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല. പക്ഷെ ആ വീട്ടിലത്തെ ആളുകൾ എന്ത് ചെയ്യാണ്, ആ കുട്ടിയെ പറയുകയാണെങ്കിൽ ആ കുട്ടി ചെയ്യുന്ന അക്രമം കണ്ടാൽ പോലും അവർക്ക് പറയാൻ ന്യായമുണ്ടെങ്കിൽ പോലും ആ പറഞ്ഞത് സഹിക്കാൻ ഇവർക്ക് എന്ത് ചെയ്യില്ല, പറ്റൂല. നമ്മുടെ കുട്ടിയാവുമ്പോൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവരുടെ കുട്ടികളെ നമുക്ക് എത്ര ഗുണകാംക്ഷയാണെങ്കിലും ഉപദേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് അവർ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കുള്ളത് നല്ല നിലക്ക് ആ കുട്ടിക്കൊരു സ്നേഹം തോന്നുന്ന രൂപത്തിൽ ഒരു സൗഹൃദത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. വേറെ നിലക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ ഇവരിപ്പോൾ ഇത് പൊരുത്തപ്പെടിച്ചു, പല സന്ദർഭത്തിൽ പോയി പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് പരലോകത്തിൻ്റെ അമൽ രണ്ടാൾ തമ്മിൽ ഭിന്നിച്ച് നിന്നാൽ അവരെ അമലുകൾ അള്ളാഹുലേക്ക് ഉയരുകയില്ല എന്ന് പറഞ്ഞ ഹദീസിൻ്റെ ഒരു ആശയപ്രകാരമായിരിക്കും അവർ ചോദിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു കുറ്റം ഇവർ ചെയ്തിട്ടില്ലല്ലോ, മനഃപൂർവ്വം അവരോട് പിണങ്ങിയിട്ടില്ല, അങ്ങനെ പിണങ്ങാനുള്ളൊരു കാരണം ഇവരുണ്ടാക്കിയിട്ടില്ല. ഇനി ഉണ്ടായ പിണക്കത്തെ തീർക്കാൻ ഇവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു ഭയത്തിൻ്റെ കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അഅലം. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഒരു 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ പിന്നെ അത് ഷോർട്ടാക്കിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കുറേ പറയാനുണ്ട് എനിക്ക്. അപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് 24 വയസ്സായി, ഞാൻ മെഡിസിന് പഠിക്കണം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന്. ഉമ്മ എന്തൊരു പ്രത്യേക പെട്ടെന്ന് ദേഷ്യം വരിക, അപ്പോൾ ആ ദേഷ്യമൊക്കെ ഈ കുട്ടിയുടെ മേലെയാണ് എന്ത് ചെയ്യുക, തീർക്കുക. എന്താണ് കിട്ടുന്നത് വെച്ചിട്ട് അടിക്കും. പിന്നെ അതല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദൂരമാണെങ്കിൽ എന്തെങ്കിലും വസ്തു കിട്ടിയാൽ എറിയും. അപ്പോൾ ചിലപ്പോൾ തലക്ക് കൊള്ളും, എവിടെയെങ്കിലുമൊക്കെ മാരകമായ രൂപത്തിൽ വേദനകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മുതിർന്നപ്പോൾ ഞാൻ സ്വാഭാവികമായി വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ ഹോസ്റ്റലിലേക്ക് താമസം മാറി. അപ്പോൾ ഉപ്പ വിദേശത്താണ്. വിദേശത്തുള്ള ഉപ്പാനെ വിളിക്കുമ്പോൾ പോലും പറയും അവളൊരു പണിയും ചെയ്യില്ല. കാരണം ഈ കുട്ടി ചെറുതാകുമ്പോൾ തന്നെ 6-7 വയസ്സാകുമ്പോൾ തന്നെ ഉമ്മാനെ കൂടെ നിന്ന് വീട്ടിലെ പണികളൊക്കെ എടുക്കും. 6-7 വയസ്സാകുമ്പോൾ പണി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ചെറിയ കുട്ടികളാണ്, എന്നാലും ചെയ്തു കൊടുക്കും. ഉമ്മാക്ക് വേണ്ടതൊക്കെ വലുതായപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോഴും ഉപ്പാനോട് പറയാം, അവൾ എന്നെ സഹായിക്കില്ല, അവളൊരു പണിയും ചെയ്യില്ല, മടിച്ചാണ്, അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തും. എനിക്കാണെങ്കിൽ ഉപ്പാനോട് ഇത് പറയാൻ പറ്റുന്നില്ല, കാരണം ഉപ്പ വിദേശത്താണ്. അങ്ങനെ ഞാൻ മുതിർന്നപ്പോൾ എന്തായി, വേഗം രക്ഷപ്പെട്ട് SLC കഴിഞ്ഞപ്പോൾ വേഗം ഒരു ഹോസ്റ്റലിലേക്ക് മാറി പഠനം തുടർന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന ഒരു ദിവസമൊക്കെ ചിലപ്പോൾ എന്തുണ്ട് ഉമ്മാനൊരു സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷെ വീണ്ടും തുടങ്ങും. അങ്ങനെ പിന്നെ എൻ്റെ നിക്കാഹ് കഴിഞ്ഞു, ഞാൻ മറ്റൊരു സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഉമ്മ എന്നെ പ്രാഗിക്കൊണ്ടിരിക്കും, നീ നന്നാവില്ല, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഇങ്ങനെ വിഷമിപ്പിക്കുകയാണ്. ഇത് അവസാനം ഇപ്പോൾ ഉപ്പയൊക്കെ അറിഞ്ഞു, എന്നാലും ഉമ്മയെ ഒന്ന് ഉപദേശിക്കാൻ അല്ലെങ്കിൽ ഉമ്മാനോടൊന്ന് പറയാനൊന്നും ഇവർക്കാർക്കും സാധിക്കുന്നുമില്ല. ഉമ്മ ഈ സ്വഭാവം മാറ്റുന്നുമില്ല. അവളെ താഴെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്, അവൾക്കും ഈ ഒരു പ്രശ്നം അവൾ ഏൽക്കുന്നുണ്ട്. ഇതിനെന്താണ് ഒരു പരിഹാരം ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. പിന്നെ സാധാരണ പറയുന്നൊരു തത്വം ഉണ്ടെന്ന് അറിയോ, മാറാത്തതും മാറ്റാൻ കഴിയാത്തതും സഹിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉമ്മൻ്റെ ഈ സ്വഭാവം മാറില്ല. ഇനിയിപ്പോൾ ഇവൾക്ക് ഇടപെട്ടിട്ട് ഇപ്പോൾ ഈ ഉമ്മാനെ മാറ്റിയെടുക്കുക എന്നുള്ളതൊന്നും സാധിക്കില്ല. നമ്മയാണല്ലോ ഉമ്മനായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് പോകാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്ര കാലം സഹിച്ചു, ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഭർത്താവിലേക്ക് വന്നു, അവർ വേറൊരു വീട്ടിലേക്കും വേറൊരു ജീവിതത്തിലേക്കും പോവുകയാണ്. ഏകദേശം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിസമാപ്തിയിലാണ്. ഇനിയിപ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന പോലെ എപ്പോഴെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ. അതും ആ കുട്ടി സൂചിപ്പിക്കുന്നത്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസമൊക്കെ വന്നാൽ ആ സമയത്ത് ഒരു സമാധാനം കൊടുക്കൂല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെ പറയും, ഭർത്താവിനെ പറയും. അതെ. അപ്പോൾ അതാണ്, അത് ഇവരുടെ ഒരു പ്രകൃതിയാണ്, സ്വഭാവമാണ്.
അപ്പോൾ ഇത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിലുണ്ടാകുന്ന ആശങ്ക ഉമ്മയാണല്ലോ. അപ്പോൾ ഉമ്മയാവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു പീഡന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉമ്മനോടുള്ള പെരുമാറ്റങ്ങളിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒരു മനോവേദന അവർക്കുണ്ടായിരിക്കും. പിന്നെ ഉമ്മ എന്നുള്ള നിലക്ക് നമുക്കൊരു ആശ്രയമാണല്ലോ, ഒരു അവലംബമാണല്ലോ. അത് ഒരു സമാധാനത്തിനും സന്തോഷത്തിനും പകരം അതൊരു പീഡന കേന്ദ്രമായി മാറുമ്പോൾ ഏതൊക്കെ തലത്തിൽ ഉപദ്രവിക്കാൻ പറ്റും, പാപ്പനോട് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ പറയാൻ പറ്റുമോ, അവന് ഇഷ്ടപ്പെട്ടവർ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിമർശിക്കാം. അങ്ങനെ എങ്ങനെയൊക്കെ ഈ കുട്ടീനെ മാനസികമായി പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പീഡിപ്പിക്കേണ്ടത് ആരാണ്? ഏത് പീഡനങ്ങളുണ്ടായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചെന്ന് പറയേണ്ട കേന്ദ്രത്തിൽ നിന്നാണ് ഇതുണ്ടാവുന്നത് എന്നുള്ള നിലക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി അനുഭവിക്കണം എന്നുള്ള കാര്യം സംശയം. വീട്ടിൽ സ്വാഭാവികമായി ഒരു അടിയൊക്കെ ഉമ്മ അടിക്കും, അടിയല്ല. അതെ അതെ. അപ്പോൾ ഇനി എന്താ വെച്ചാൽ നമുക്കിത് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു നയം എന്ന് പറഞ്ഞാൽ പരമാവധി ഇവരുടെ ഉപദ്രവങ്ങൾ തന്നിലേക്ക് വരുന്ന വഴികളെ അടക്കുക എന്ന് പറഞ്ഞാൽ തല്ലാനും കൊല്ലാനും ആക്രമിക്കാനും ഒക്കെ ഉണ്ടാകാവുന്ന അവസരങ്ങളെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കാൻ ശ്രമിക്കുക. പിന്നെ കഴിയുന്നതും എന്താണെന്ന് വിചാരിച്ചാൽ ആ ഉമ്മൻ്റെ അടുത്ത് പോകുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഉമ്മനെ ഫോണിൽ ബന്ധപ്പെട്ടു, അതായത് നബി സ്വല്ലല്ലാഹു പറഞ്ഞത് ഞങ്ങൾക്കൊരിക്കലും കാണാത്ത പല പെരുമാറ്റങ്ങളും പല സ്വഭാവങ്ങളും പല കാര്യങ്ങളും അന്ത്യനാളിൽ ഞങ്ങൾ കാണും, അന്ന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് നബിയോട് ചോദിക്കണം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ കടമകൾ നിങ്ങൾ നിർവഹിക്കുക, നിങ്ങൾക്കുള്ള അവകാശങ്ങൾ ആളുകൾ തരുന്നില്ലെങ്കിൽ അത് നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കാന്നാണ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടണില്ലെങ്കിൽ അത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കാം. പക്ഷെ ഉമ്മനോട് ചെയ്യേണ്ട കടമകൾ എന്ത് ചെയ്യുക, ശരിയായി പരമാവധി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു മനോഭാവം. പിന്നെ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഈ സ്ത്രീയുടെ ഒരു പ്രകൃതി അനുസരിച്ചുള്ളതാണത്. ഇത് ഇവളോട് മാത്രമല്ല, താഴെയുള്ള കുട്ടിയോട് പറയുമ്പോൾ ഇതൊരു ഓരോ വ്യക്തികളുടെ സ്വഭാവ പ്രകൃതികളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി അത് മാറില്ല, അതെന്ത് ചെയ്യൂല, മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് പരമാവധി ആ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വരാതെ, അത് ഉമ്മ അങ്ങനെയാണ്, ഉമ്മ കണ്ടതേ പറയുള്ളൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. പിന്നെ ഈ ശാപവാക്കുകളും അതൊന്നും ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാക്കില്ല. കാരണം അന്യായമായി ഒരാൾ ശപിക്കുന്നതൊന്നും അല്ലല്ലേ നമുക്ക് എത്തിക്കണം. അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പരമാവധി ഇവരുടെ ഉപദ്രവങ്ങൾ വരാതെ പൊതുവെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. പൊതുവെ എന്ന് വെച്ചാൽ ഉമ്മമാരെ പ്രാർത്ഥന, ആ ഒരു പേടി ഉണ്ടാവും. അതായത് അത് ഇതിൽ ഭയപ്പെടേണ്ടതില്ല. കാരണം സാധാരണ ഇത്തരം കാര്യങ്ങൾ പണ്ഡിതന്മാർ ചോദിക്കുമ്പോൾ അവർ പറയാ എനിക്കിങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നത് ഉമ്മൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്, ശാപം കൊണ്ടാണ് ചോദിച്ചാൽ ശപിക്കപ്പെടേണ്ട ഒരവസ്ഥ ഇവരുണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവർ ശാപത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അള്ളാഹു ആ കുട്ടിക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന പറയാം. പിന്നെ നമുക്ക് അടുത്തൊരു ചോദ്യമായിട്ട് ഉള്ളത് അത് പിന്നെ യുവാവാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് പാട്ട് പാടാൻ അറിയാം, നല്ല സ്വരമാധുര്യമുണ്ട്, നല്ല പാട്ടുകാരനാണ്. അപ്പോൾ ആളുകളൊക്കെ പറയുന്നുണ്ട് നിനക്ക് നല്ല പാട്ട് പാടാൻ അറിയാം, പക്ഷേ ഇസ്ലാമികമായി പിന്നെ ഇങ്ങനെ പാട്ട് പാടാൻ പാടില്ല എന്ന് കേട്ടു. അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ്? കാരണം അത് നമുക്ക് സ്വാഭാവികം നമ്മൾ പറയാലും മ്യൂസിക് ഇല്ലാത്ത പാട്ടുകളൊക്കെ ആണല്ലോ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായി നല്ല പാട്ടുകൾ ഇസ്ലാമിന് വേണ്ടി ഉപകരിക്കുന്ന നല്ല പാട്ടുകളൊക്കെ പാടി ഇട്ടൂടെ? അപ്പം അങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞപ്പോൾ ഒരു മനോവിഷമം. കാരണം എനിക്ക് അള്ളാഹു തന്നൊരു കഴിവാണ്, ആ കഴിവ് പ്രകടിപ്പിച്ചുകൂടെ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഈ പാട്ടിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. മ്യൂസിക് ഏതായാലും പറ്റില്ല, പാട്ടിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. പാട്ട് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നല്ല കവിതകൾ തന്നെയാണത്, ആശയസമ്പുഷ്ടമായിട്ടുള്ള. അപ്പോൾ അത് നമ്മളൊരു ആശയവിനിമയത്തിനും ഒരു മതപരമായ പ്രബോധനത്തിനൊക്കെ വേണ്ടി നമ്മൾ പാടുന്നതും എഴുതുന്നതും ഒന്നും എന്തല്ല, തെറ്റല്ല. കാരണം ധാരാളം കവിതകൾ ഇസ്ലാമികമായി തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പാട്ടുകളൊക്കെ ഒരു ക്രൈസായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യും, അതന്നെ നമ്മൾ കേൾക്കും കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികം മറ്റു കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ തിരിയും. ഉദാഹരണം, നമ്മളെന്തെങ്കിലും ദീനിയായ കാര്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുക എന്നുള്ള ഒരു ഹരത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ പാട്ട് മാത്രമേ നമ്മൾ കേൾക്കൂ, വേറൊന്നും നമ്മൾ കേൾക്കൂല. മറ്റു കാര്യം നമ്മൾ അശ്രദ്ധമാകുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്കത് നിരുത്സാഹപ്പെടുത്തുമെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് നല്ല ശബ്ദമൊക്കെ ഉള്ള ഒരാളുകളാണെങ്കിൽ എന്ത് ചെയ്യാം, അവർ നല്ല ആശയ സമ്പുഷ്ടമായ ഗാനങ്ങളും കാര്യങ്ങളും പാടുന്നതൊന്നും ആരും തെറ്റായിട്ട് കാണുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇത്തരം പാട്ടുകൾ കാണുന്നുണ്ട്. എന്നാൽ അതിങ്ങനെ ഒരു തൊഴിലായിക്കൊണ്ടോ അതല്ലെങ്കിൽ എന്താണ് ഈ സ്ഥിരമായൊരു പരിപാടി ആയിക്കൊണ്ടോ ഒന്നും കൊണ്ടുനടക്കേണ്ട കാര്യമില്ല.
എന്നാൽ നമുക്കൊരു സന്തോഷം കിട്ടാനും മറ്റുള്ള ആളുകൾക്ക് ഒരു ആശയപരമായ ഒരു വിനിമയങ്ങൾ നടക്കാൻ പ്രസംഗം പോലെ, പ്രഭാഷണങ്ങളെപ്പോലെ, കഥകളെ പോലെയൊക്കെ തന്നെയുള്ള ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു മൂല്യമുള്ളൊരു സംഗതി തന്നെയാണ് പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ പീസ് റേഡിയോയിലൊക്കെ പാട്ടുകൾ ഉപയോഗിക്കുന്നു, നമ്മളത് പാടുന്ന ആളുകളെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നെ വേറൊന്നും ഞാൻ കാണുന്നത് മ്യൂസിക്കിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരു പാട്ടിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതും വളരെ വലിയൊരു ദൗത്യമാണ്. കാരണം ഇന്ന് എല്ലാവരും മ്യൂസിക്കിൻ്റെ ഒരു അഡിക്ഷനിലാണ് ജീവിക്കുന്നത്. മ്യൂസിക് ഒരു തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാൽ ആളുകൾ നമ്മുടെ മുഖത്തേക്ക് എന്ത് ചെയ്യും, അത്ഭുതത്തോടെ നോക്കും, ഇതെന്താണ് ഇവരിങ്ങനെ പറയണു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ മ്യൂസിക്കിൽ നിന്നും ആളുകളെ മുക്തമാക്കാൻ വേണ്ടി പാടുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് അടുത്തൊരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്, ഒരാൾ പറയുന്നത് 46 വയസ്സായി അയാൾക്ക്, ഭാര്യയ്ക്ക് 36 വയസ്സാണ്, 3 കുട്ടികളുണ്ട്, മൂത്ത മകന് 16 വയസ്സായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നല്ലൊരു ദീനിയായ ചുറ്റുപാടിൽ ഉള്ള ഒരു കുടുംബം. ഇയാൾ വിദേശത്താണ്. ഭാര്യ പിന്നെ സുന്നത്ത് നമസ്കരിക്കുന്നു, സുന്നത്ത് പിന്നെ നോമ്പുകളെടുക്കുന്നു, ലുഹ നമസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഇതൊക്കെയുള്ള നല്ല ദീനിയായിട്ടുള്ള ഒരു കുടുംബം. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അവൾ മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം പറയണത്, തഹജ്ജുദ് നമസ്കരിച്ച ആ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മറ്റൊരാളുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പിന്നെ പല പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അദ്ദേഹം നമ്മുടെ മൗലവിയുടെ പ്രസംഗങ്ങളും ക്ലാസ്സൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തു, അവരെ ഡിവോഴ്സ് ചെയ്തില്ല, കൂടെ ഉണ്ട്. മക്കൾ ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ട് ആ സമൂഹത്തിലാണെങ്കിലും മക്കളെ ഭാവിയൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്തു. ഒരാശ്വാസമുള്ളത് മൗലവിയുടെ ക്ലാസ്സുകളാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഇത്രയും ദീനിയായിട്ടൊക്കെ ജീവിച്ച ഒരു പെണ്ണ്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ തീരുമാനം എഴുതി വെക്കുമല്ലോ. അപ്പോൾ അവളുടെ വിധിയിൽ അള്ളാഹു അങ്ങനെ എഴുതി വെച്ചതാണോ, അതല്ല അത് ശൈത്താൻ്റെ പ്രവർത്തനമാണോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. എന്താ അറിയോ, പിന്നെ ഒരു തെറ്റൊരാൾ ചെയ്താൽ അതിൻ്റെ ശിക്ഷ അയാൾക്കുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ പറയേണ്ട കാര്യമാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിഅദ്, അല്ലാഹു ഒരിക്കലും ആ കരാറുകൾ ലംഘിക്കില്ല. അപ്പോൾ ഏതൊരു തെറ്റൊരു വ്യക്തി ചെയ്താലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ വ്യക്തിക്കാണുള്ളത്. അപ്പോൾ അതൊരു വിധിയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ രേഖയിലുള്ളതായിരുന്നു. ഇതിവിടെ പൊതുവെ പറയുന്ന ന്യായമാണ്. ഇതൊരു മദ്യപാനിക്ക് പറയാം, ഞാനൊരു മദ്യപാനി ആകണമെന്നാണ് എൻ്റെ എൻ്റെ രേഖയിലുള്ളത്. ശരിക്കും ആ ന്യായത്തിനൊരു അടിസ്ഥാനമില്ല. കാരണം നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഒക്കെ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുമ്പോഴല്ലേ ഒരു ശരീഅത്തിന് പ്രസക്തിയുള്ളൂ. അതല്ലെങ്കിൽ എന്താണ്, ഈ ശരീഅത്തോ നിയമങ്ങളോ ഒന്നും ആവശ്യമില്ലല്ലോ. ഓരോ വ്യക്തിയുടെയും വിധി അനുസരിച്ച് അവൻ ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ മതി. ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള അവളുടെ ദീനിനെ കുറിച്ചുള്ള അയാളുടെ ധാരണ, അതേപോലെ തന്നെ അവളുടെ ആ ഒരു വിശ്വാസ്യത, ഇതൊന്നും വെച്ച് ഒരിക്കലും ഇത്തരം ഒരു തെറ്റ് അവളിൽ സംഭവിക്കില്ലെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അയാൾ ചിന്തിക്കുകയാണ് പിന്നെ എങ്ങനെ ഇവൾക്കിത് സംഭവിച്ചു. അതിന് അദ്ദേഹം കാണുന്ന കാരണമാണ് എന്ത്, ഇതൊരു പക്ഷേ അവളുടെ റെക്കോർഡിലുണ്ടാകും, അത് റെക്കോർഡിലുള്ളത് എന്തായാലും നടപ്പിലാവുമല്ലോ, അതുകൊണ്ട് സംഭവിച്ചതാകുമെന്നാണ്. ഇത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു സ്ത്രീക്ക് ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിനൊരു സാഹചര്യം വേണ്ടേ. ഒരു പുരുഷനായിട്ട് ബന്ധം വേണം, ദീർഘമായ സമയത്ത് ബന്ധം വേണം, അയാൾ അതിന് അനുകൂലമായി നിൽക്കണം, അതിന് പറ്റുന്നൊരു സമയം കണ്ടുപിടിക്കണം, മക്കൾ അറിയാതെ ചെയ്യണം. ഇതൊന്നും ഒരു സ്വാഭാവികമായി സംഭവിക്കില്ലല്ലോ, പ്ലാൻ ചെയ്ത് വരും. അതായത് ഒരു വിധി നടപ്പിലാകണമാതിരി ഒരു സെക്കൻഡിൽ മനസ്സ് തോന്നുക എന്നിട്ടാണ് പോയി ചെയ്യല്ലോ. ഈ ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണ്ടേ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അയാൾക്കത് വേണ്ടാന്ന് വെക്കാൻ പറ്റും. അപ്പോൾ ഇവർ ചെയ്തൊരു തെറ്റ് തന്നെയാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതാണ്, ഈ വൈകാരികത എന്നുള്ളത് എല്ലാവരിലും ഉള്ളൊരു സംഭവമാണ്. മനസ്സിലായി? അത് ഭാര്യയോട് മാത്രമേ പാടുള്ളൂ, ഭർത്താവിനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. മനസ്സിലായി? അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ഏതൊരു സന്ദർഭത്തിലും എന്ത് ചെയ്യാം, ഈ തിന്മയിലേക്ക് പോകാം. മറ്റു തിന്മകളെ പോലെയല്ല, ഈ തിന്മയിലേക്ക് പോകാം. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സൂറത്തുൽ മുഅ്മിനൂനിൽ അവർ നിസ്കാരത്തിൽ ഭക്തി കാണിക്കും, സക്കാത്ത് കൊടുക്കും, അനാവശ്യങ്ങളുടെ പിന്തിരിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലദീനഹും ലി ഫുറൂജിഹിം, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ,
മാ ബൈന ലിഹി വമാ ബൈന ഫഹ്ദൈഹി, ഗുഹ്യസ്ഥാനത്തുള്ളതും നാവിനെയും ഒരാൾ സൂക്ഷിക്കുകയാണെങ്കിൽ സ്വർഗം ഉറക്കുന്നു. ഇതൊക്കെ പറയണത് ഏതൊരു വ്യക്തിക്കും എത്ര സൂക്ഷ്മത ഉണ്ട് എന്ന് പറയുന്നൊരു വ്യക്തിയിലും സംഭവിക്കാൻ സാധ്യത ഉള്ളതാണെന്ത് ഇത് വൈകാരികമായ കാര്യങ്ങൾ. കാരണം വേറൊരു വ്യക്തിയിൽ നിന്ന് അത്തരത്തിലൊരു താല്പര്യമുള്ള പെരുമാറ്റങ്ങൾ വരികയും മനുഷ്യനിൽ ഈ ഒരു വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് സംഭവിക്കും. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ നാട്ടിലില്ലാത്ത ആളുകൾ, ഗൾഫിലാവുന്ന ആളുകൾ, അവരുമായിട്ടുള്ള നിരന്തരമായ ബന്ധങ്ങൾക്ക് അവസരമില്ലാത്ത ആളുകൾ, ഇങ്ങനത്തെവർക്കൊക്കെ എന്ത് ചെയ്യും, ഒരവസരം മുന്നിൽ വന്നാൽ ഏതൊരു വ്യക്തിയും ഇത്തരം ഒരു തെറ്റിൽ എന്ത് ചെയ്യും, പെട്ടുപോകും. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം താനൊരു നിരപരാധിയാണെന്ന് 100% തെളിയിച്ചിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വമാ ഉപരി നഫ്സി ഇന്ന നഫ്സല അമ്മാർ, ഞാൻ എൻ്റെ നഫ്സിനെ ഞാൻ ഒഴിവാക്കി പറയണില്ല, തീർച്ചയായും മനസ്സ് അങ്ങേയറ്റം തിന്മയ്ക്ക് വേണ്ടി കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണെന്നാണ്. അപ്പോൾ തിന്മയ്ക്ക് വേണ്ടി ശക്തമായ പ്രചോദനം മനസ്സിൽ നിന്നുണ്ടാകും. അപ്പോൾ അത് ഇത്തരം വൈകാരിക കാര്യങ്ങൾക്കും കൂടി ആണെങ്കിൽ അത് വേഗത്തിൽ നടപ്പിലാകും. അപ്പോൾ എന്ത് ചെയ്യാം, ഇത്തരം സാഹചര്യം വൈഫിന് ഇല്ലാതിരിക്കുവാനും അവർക്കെപ്പോഴും അവരുടെ ഈ വൈകാരികമായ കാര്യങ്ങളെല്ലാം ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്ക് അവർക്കത് നിർവഹിച്ച് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഈ തിന്മയെ പ്രതിരോധിക്കുക മാത്രമാണ് വഴി. എനിക്ക് തോന്നുന്നത് ഒരു തെറ്റ് സംഭവിച്ചു, അവർക്കതിന് നല്ല കുറ്റബോധമുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായി അള്ളാഹുവോട് പശ്ചാത്തപിക്കട്ടെ. അതോടൊപ്പം എന്ത് ചെയ്യാം, ഇദ്ദേഹം എന്ത് ചെയ്യുക, ഒരു ഭാര്യയായി നിലനിർത്തി ഒരു മാപ്പ് കൊടുത്ത് ഒരു ക്ഷമ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് തീർച്ചയായും. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാനും മനസ്സുകൊണ്ട് അവരെ തൃപ്തിപ്പെടാനും പഴയ വിശ്വാസ്യതയൊക്കെ തിരിച്ചു കിട്ടാനും ഒക്കെ സാധിക്കട്ടെ എന്നാണ് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമുക്ക് പിന്നെ അടുത്തൊരു ചോദ്യമുള്ളത്, ഒരു ഉമ്മ 5 മക്കളാണ്. മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മോൾ 19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കല്യാണാലോചനകളൊക്കെ വരുന്നു. ആ സമയത്ത് ഇവളിങ്ങനെ എനിക്കിപ്പോൾ കല്യാണം വേണ്ട, പഠനം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ എന്തായാലും നമുക്കിനി കല്യാണം നടത്തിയേ പറ്റൂ എന്ന രൂപത്തിൽ ഒരാളോട് കാണാൻ വരാൻ പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ അന്വേഷിച്ചു, ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ സലഫി കുടുംബമാണ്, മറ്റ് നമ്മൾ ആദർശവുമായി പൊരുത്തല്ലാത്ത കുടുംബമാണ് ചെക്കൻ്റെത്. അപ്പോൾ അതിനി എന്താണ് കാരണം, ഇവിടെ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാക്കി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഇവളെന്ത് അതിൽ നിന്ന് പിന്മാറുന്നില്ല. അപ്പോൾ എന്താണ് ഒരു പരിഹാരമാർഗം എന്നുള്ളത് സ്വാഭാവിക കുറേ ഇതേപോലെ സമാനമായ ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു വലിയ പ്രശ്നത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കുറച്ച്. നമ്മുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു പരിഹാരമാണ് അവർക്ക് നല്ലൊരു വിവാഹം വേണമെന്നത്. അതുകൊണ്ട് നമ്മളുടെ ഒരു മരുമകൻ എന്ന് പറയുമ്പോൾ അവൻ ദീനിയായിരിക്കണം, അവന് ഭൗതികമായ സൗകര്യങ്ങൾ വേണം, അവന് ജോലി വേണം. ഇതൊക്കെ ഒരു രക്ഷിതാക്കളുടെ ആഗ്രഹവും താല്പര്യമാണ്. അപ്പം അങ്ങനത്തെ രക്ഷിതാക്കൾക്ക് ഒരിക്കലും ഇങ്ങനൊരു അവിഹിതമായി വരുന്ന ബന്ധം അത് പലപ്പോഴും ആ പയ്യന്മാരൊന്നും ഇങ്ങനൊരു പെൺകുട്ടിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്ന ഒരു വശം നിലനിൽക്കെ തന്നെ ഈ വിവാഹം എന്ന് പറയുമ്പോൾ ഇവളാണല്ലോ ഇതൊക്കെ അനുഭവിക്കേണ്ട ആൾ. അതെ, ഇപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവൾ നിർബന്ധം പിടിക്കുമ്പോൾ അതൊരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വിവാഹം നടത്തിക്കൊടുത്ത് നീ പറഞ്ഞ പ്രകാരം ഞങ്ങൾ വിവാഹം നടത്തി തരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അധ്യായം അവസാനിച്ചു. പിന്നെ ഇവൾ എന്തനുഭവിക്കുകയാണെങ്കിലും എന്താണ്, ഞങ്ങൾ അന്ന് എന്നോട് മര്യാദക്ക് പറഞ്ഞതാണിത് വേണ്ടാന്ന്, പിന്നെ നീ വാശി പിടിച്ച് ഇതല്ലാതെ നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തു തരാൻ നിർബന്ധിതരായി. അതുകൊണ്ട് ഇതിൽ ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ നീ തന്നെ നിനക്ക് വരുത്തി വെച്ചതാണ്, ഞങ്ങൾക്ക് പാരൻസ് ഇതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പാരൻസിൻ്റെ ഭാഗം ഒഴിവായി. പക്ഷേ നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കേണ്ടത് ആരാണ്? ഇവളാണ്. അവളെ നമ്മളത് ബോധ്യപ്പെടുത്തണം. തെറ്റാണെന്നല്ല, അവൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അത് ബോധ്യപ്പെടുത്തണം. എൻ്റെ ഒരു അറിവ് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത്, ജീവിത ഭാവിയിൽ എനിക്ക് ഈ വിവാഹം ഒരു ദുരന്തമാകും എന്നൊരു പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ അവൾ പിൻവാങ്ങും. കാരണം നമ്മളിപ്പോൾ ഇത്തരം പെൺകുട്ടിയോട് പറയും, ഈ വിവാഹം എന്തായാലും നീ നടത്താൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ നിൻ്റെ പാരൻസ് അതിന് വഴങ്ങിയേക്കാം. പാരൻസ് വഴങ്ങിയാലും അവർ മനസ്സിഷ്ടപ്പെട്ടുകൊണ്ട് സമ്മതിക്കൂല. അങ്ങനെ നീ അതിലേക്ക് പോയി കഴിഞ്ഞാൽ
നീ മനസ്സിലാക്കേണ്ടത് നിൻ്റെ ഭാവിയിൽ വലിയ ദുരന്തങ്ങൾ വരാനുണ്ട്. കാരണം ഇതൊരാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരാഗ്രഹമാണ്. ഈ ഒരു വിവാഹം കുടുംബജീവിതം എന്ന നിലക്ക് ഇയാൾ ശരിയല്ലാത്തത് കൊണ്ടാണ് പാരൻസ് സംഭവിക്കാത്തത്. അപ്പോൾ ശരിയല്ലാത്ത ഒരാളെ കൂടെ പോകുമ്പോൾ അവൾക്കൊരു ലൈഫ് കിട്ടൂല. ഇവൻ്റെ ഈ താല്പര്യവും പിന്തുണയും ഒക്കെ എന്ത് ചെയ്യും, വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളെ കൊണ്ട് തീരും. പിന്നെ അവൾക്ക് ഒരിക്കലും ഒന്ന് പ്രതികരിക്കാൻ പോലും പറയില്ല. എൻ്റെ വിഷമങ്ങൾ പോയി വീട്ടിൽ പറയാൻ പറ്റൂല. ഇവനും എന്തു ചെയ്യും, നീ വാശി പിടിച്ച് എൻ്റെ കൂടെ വന്നതല്ലേ എന്ന നിലക്ക് എന്തു ചെയ്യും, അവനും അവളെ പരമാവധി ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഈ പെൺകുട്ടിയെ എന്താണ് അവൾക്ക് ഇങ്ങനെ വിവാഹം കഴിക്കാൻ തോന്നാൻ കാരണം, ഇവൻ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ കാരണം, ഈ വിവാഹം നടന്നാൽ എന്താ ഉണ്ടാവുക, ഇതൊക്കെ ഒരു പെൺകുട്ടിനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവളുടെ ലൈഫാണ് എന്ത് ചെയ്യണം നശിക്കാൻ പോകുന്നത് എന്ന് അവൾക്ക് തോന്നിയാൽ അവൾ പിൻവാങ്ങുന്നുവെങ്കിൽ സ്വാഭാവികമായും പുതിയൊരു വിവാഹത്തോടെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ തീരെ പിൻവാങ്ങിക്കാൻ ഉപദേശം കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ചില രക്ഷിതാക്കൾ അത് നടത്തി കൊടുത്താൽ പിന്നെ അവർക്ക് ബോധ്യപ്പെടും, മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും. അത്രയല്ലേ പറയാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ എത്ര പറഞ്ഞാലും ഇവർക്ക് കണ്ണു തുറക്കൂലല്ലോ. ഇപ്പോൾ നമ്മൾ മുന്നിലുള്ള കുറേ അനുഭവങ്ങൾ ഉദാഹരണങ്ങൾ സഹിതം കാണിച്ചു കൊടുത്താലും ഈ കുട്ടികൾ ഇതൊന്നും പിൻവാങ്ങുന്നില്ലല്ലോ. സത്യത്തിൽ അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ചിന്ത സത്യത്തിൽ എന്താണ്, അത് ശരിക്കും നമ്മൾ ഈ കുട്ടികൾ ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് അല്ല ചിന്ത എന്നുള്ളൂ, അത് ഇത്രയുള്ളത്. ഇതിലൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരാണും പെണ്ണും തമ്മിലുള്ള ഒരു ആകർഷണീയത എന്ന് പറയുന്നത് അള്ളാഹു പ്രകൃതിപരമായി നിശ്ചയിച്ചൊരു ഈ ആകർഷണീയത മറ്റ് ആകർഷണീയതകളെ പോലെ അല്ല. ഇത് ഇവരെന്ത് ചെയ്യണം, ഒന്നിച്ചു ചേർന്ന് വേർപിരിയാതെ ജീവിക്കാൻ മാത്രമുള്ള ഒരു ശക്തി ആ സ്നേഹത്തിനുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പെൺകുട്ടിനെ കണ്ട് അവൾ എനിക്ക് വേണം, അല്ലെങ്കിൽ അവൾ എൻ്റെ ഭാര്യയാവട്ടെ, അല്ലെങ്കിൽ ഇവൻ എൻ്റെ ഭർത്താവട്ടെ എന്ന് മനസ്സിലൊരു ചിന്ത വന്നാൽ പിന്നെ ലോകത്ത് വേറൊന്നുമില്ല. അതിൻ്റെ സാക്ഷാത്കാരമല്ലാതെ മറ്റൊരു ചിന്തയില്ല. അത് പിന്നെ വാപ്പല്ല, ഉമ്മല്ല, തൻ്റെ ജോലിയില്ല, നല്ല പ്രൊഫഷണലായിട്ടൊക്കെ പഠിക്കുന്ന MBBS പഠിക്കുന്ന പെൺകുട്ടികൾ അതൊക്കെ നിർത്തിവെച്ചിട്ട് ഈ പ്രേമ സാക്ഷാത്കാരത്തിൽ ഇറങ്ങിത്തിരിക്കും. ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം ഡേഞ്ചറാണ്. അത് സാക്ഷാത്കരിച്ച് അവർ നിൽക്കും, അല്ലെങ്കിൽ ഇനി ജീവിക്കേണ്ടതാണ് തീരുമാനിക്കുക. കാരണം മരണത്തിനിപ്പുറത്ത് ഇവൻ്റെ കൂടെ പോകുക എന്നുള്ളത് കവിഞ്ഞ് വേറൊരു സംഗതിയില്ല. ഇത് ഏതാണിനും ഒരു പെണ്ണിനോട് തോന്നുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെന്തിനാ, അതിപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ സ്നേഹവും ബന്ധവും ലൈഫ് ലോങ് ഉണ്ടാവുമെന്നില്ല. അത് ഒരു സാക്ഷാത്കാരമാണ്. അവർക്ക് ഒന്നിച്ചു ചേരാനുള്ള ഒരു സംഗതി. അത് ഒന്നിച്ചു ചേരുന്നതോടുകൂടെ അത് തീരാവുന്നൊരു സംഗതിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ സ്വന്തം ജീവിതത്തെ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് എന്ന് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കുക. കാരണം ഇതിൻ്റെ എല്ലാ വരുംവരായികളും വാപ്പിന്മേൽ അനുഭവിക്കേണ്ടത് ഇവരാണ്. ഇതിപ്പോൾ അതിപ്പോൾ അന്വേഷിക്കാൻ അധികമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വാശി പിടിച്ച് പോയ പല പെൺകുട്ടികളും ഉണ്ടല്ലോ നാട്ടിൽ. അവരൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ ഇവർക്ക് മനസ്സിലാകും എന്താ അന്ന് അങ്ങനെ വാപ്പനും ഇവരോടൊക്കെ വാശി പിടിച്ച് അങ്ങനെ പിന്നെ ഇത്ര ഇഷ്ടത്തിൽ പോയിട്ട് ഇപ്പം എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും. തീർച്ചയായും അവർ പറഞ്ഞു കൊടുക്കും. എന്ത് ചെയ്യാണ്, നമ്മൾ എടുത്തത് ഏറ്റവും തെറ്റായ ഒരു തീരുമാനമായിരുന്നു എന്നാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ വിവാഹം കഴിച്ച് അവർ സ്വാഭാവികമായും അവരുടെ ഒരു പ്രേമവിവാഹമാണെന്ന് എനിക്കറിയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ അവർ കണ്ടാൽ നമുക്ക് അവർ വളരെ സക്സസ് ആയിട്ട് പോകുന്നു, മക്കളുണ്ട്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മകനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രായത്തിൽ വെച്ച് 21 വയസ്സ്. 21 വയസ്സിലൊക്കെ ഇപ്പോൾ ഒരു പെണ്ണെട്ടിക്കണോ? അപ്പോൾ അവനോട് പറഞ്ഞു തരൂ, നമുക്ക് പറ്റിയ അബദ്ധം അവന് പറ്റാതിരിക്കാനാണെന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ ഇപ്പോൾ ഇത് സക്സസ് ആണെന്ന് വിചാരിച്ച വിവാഹങ്ങൾ പോലും ഒരു ദുരന്തമായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലാവും. അപ്പോൾ ഇതിലൊന്നും ആരും, ഇത്തരം വിവാഹങ്ങളിലൂടെ ഒന്നും ആരും രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ സത്യസന്ധമായി കേട്ടിട്ടില്ല. അപ്പോൾ അതുതന്നെയാണ് ഇവർക്കും സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അല്ലാഹു എല്ലാം അനുഗ്രഹങ്ങളും നൽകട്ടെ. നമ്മളിവിടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഫീഡ്ബാക്കിലും വാട്സപ്പ് ഗ്രൂപ്പിലും അറിയിക്കുക. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.